ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്നറിയോ? ചക്കക്കുരു ആണ് കേട്ടോ. അപ്പം ചക്കരയല്ല വീഡിയോയിൽ ഞാൻ ചക്കക്കുരുവിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ചക്കക്കുരു. നൈസായി തൊലിയൊക്കെ കളഞ്ഞ് നൈസായി മുറിച്ചിട്ടതാണ് കേട്ടോ. ഇന്ന് ചക്കക്കുരു വറവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം കറണ്ടുണ്ടായിരുന്നില്ല, അതാ ഇങ്ങനെ കാണുന്ന കേട്ടോ. എൻ്റെ വീട്ടിൽ കറണ്ടില്ലെങ്കിൽ അടുക്കളയൊക്കെ ഇഷ്ടമായിരിക്കും. പകലാണെങ്കിൽ രാത്രി പോലെ ആയിരിക്കും കേട്ടോ. പിന്നെ നൈസായിട്ട് മുറിച്ചിട്ട് അത് നല്ലപോലെ കഴുകിയിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ആവശ്യമുള്ള വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചക്കക്കുരു എല്ലാവർക്കും കിട്ടുന്ന സമയമല്ലേ, എന്തെല്ലോ ഐറ്റംസ് ഉണ്ടാക്കാം ചക്കക്കുരുവിനെ കൊണ്ട്. ചക്കയും ചക്കക്കുരു കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ചക്കക്കുരുവിനെ കൊണ്ട് ഇതാണ് ഉണ്ടാക്കിയത്. നമ്മൾ കുക്കറിൽ രണ്ട് മൂന്ന് വിസിലടിക്കുമ്പോൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കണക്കായിട്ടാണ് ഉണ്ടായത്, ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല. ഫ്ലാഷ് അടിച്ചിട്ട് എടുത്തുകൊണ്ട് കേട്ടോ. മഞ്ഞ കളർ ഇത്ര കൂടുതലായിട്ട് കാണുന്നത്. ഇത് വറവിട്ട് എടുക്കണം കേട്ടോ. വറവിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളുത്തുള്ളി പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്, കറിവേപ്പില വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. നമുക്ക് എത്ര സാധനം ചക്കക്കുരു എടുത്ത് അതിന് കണക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ചെല്ലാം ആക്കിയിട്ടുള്ളൂ. കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചാൽ നമ്മളെ ചക്കക്കുരും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തേങ്ങയും വറവെല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല ചക്കക്കുരു വറവാണ് കേട്ടോ ഇത്. തോരനും വറവെന്നും ഒന്നും വേണമെങ്കിൽ പറയാം. ഇത് വെറുതെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലപോലെ എല്ലാം കൂടി ഇളക്കി കൊടുത്തിട്ട്, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചക്കക്കുരുവിലൊക്കെ കിട്ടൂല. എന്നാലും ചക്കയൊക്കെ വേണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ ചക്കക്കുരൊക്കെ കിട്ടുവാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ. പിന്നെ പുറത്തൊക്കെ ഒരുപാട് ചക്ക വിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മംഗലാപുരം പോയപ്പോൾ ഒരുപാട് ചക്ക ഇങ്ങനെ വിൽക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ വെറൈറ്റി ജാസ്തിയാണ്. ഒരു കിലോനൊക്കെ നല്ല പൈസയുണ്ട് കേട്ടോ. പുറത്തുള്ളവർക്ക് നാട്ടിലുള്ളവർക്കൊക്കെ ഇതുപോലെ ചക്കക്കുരൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ചക്കക്കുരു തൊലി കളഞ്ഞിട്ട് മുറിച്ചിടുകയോ വേണ്ടോ, വേഗമാവും. അപ്പോൾ ഇന്നത്തെ ഫുഡിന് ചക്കക്കുരു ആണ് കേട്ടോ കറി. പിന്നെ മീൻ കറിയും ഉണ്ടായിരുന്നു, പപ്പടം പൊരിച്ചതും ഉണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ വയ്ക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.